നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ അമലുകൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ തൗഫീഖ് നൽകിയത് അവനാണ്. അവൻ്റെ റഹ്മത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അമലിൽ നോക്കാതെ റബ്ബിൻ്റെ റഹ്മത്തിൽ നോക്കണം. നാളെ മഹ്ശറിൽ രക്ഷപ്പെടുന്നതും അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. പൊട്ടിയൊരു ഹൃദയമായി നമ്മൾ എന്നും അവനിലേക്ക് അടുക്കണം. പൊട്ടിയ ഹൃദയങ്ങളുടെ കൂടെയാണ് റബ്ബുള്ളത്. നമ്മളെ അമലിൻ്റെ വലിപ്പത്തരം കണ്ടിട്ട് ഒജുബ് വരാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഒരുപാട് നുക്സാൻ, ഒരുപാട് കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കി റബ്ബിനെ യഥാവിധം പരിപൂർണമായി അവനിലേക്ക് അടുക്കാൻ, പരിപൂർണമായി അവനോട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കാവില്ല എന്നുള്ള ബോധത്തോടെ ഒരു പൊട്ടിയ ഹൃദയമായി നമ്മളൊന്ന് അവനിലേക്ക് അടുക്കണം. നമ്മൾ ചെയ്യുന്നതെന്നും റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമാവില്ല. എപ്പോഴും നമ്മിൽ കുറവ് കണ്ടുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ നമ്മളിൽ കുറവ് കണ്ടുകൊണ്ടായിരിക്കണം അവനിലേക്ക് അടുക്കാൻ. ഒരു പൊട്ടിയ ഹൃദയമായി അവരുടെ കൂടെയാണ് റബ്ബ് എന്നുള്ളത്. എങ്കിൽ മാത്രമേ അവൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാം അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അള്ളാഹ് എന്ന് നമ്മൾ ഉരുവിടുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഹൃദയത്തിൽ കിബറോ ഒജുബോ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഹൃദയം പൊട്ടിയ രൂപത്തിലാവണം. വിളിക്കാൻ തൗഫീഖ് നൽകിയത് അവനാണ്. അവൻ ഓർക്കാൻ തൗഫീഖ് നൽകിയത് അവനാണ്. അവൻ ഓർക്കാതെ എത്രയെത്ര ആളുകൾ പലയിടത്തും കഴിയുന്നു. പക്ഷെ അവൻ ഓർക്കാൻ ഒന്നുമല്ലാത്ത എന്നെ അവൻ തിരഞ്ഞെടുത്തല്ലോ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നിട്ടും അവൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളൊരു ബോധത്തോടെ അള്ളാഹുലേക്ക് എടുക്കണം. അള്ളാഹിൻ്റെ ആളുകൾ എന്നും ഒറ്റപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹ് അല്ലാതെ വേറൊരാളും കൂട്ടിനുണ്ടാവാറില്ല. അവർ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് എന്ന് നയിച്ചിട്ടുള്ളത്. ചുറ്റും ആളുകളുണ്ടെങ്കിലും അവർ ഹൃദയം ഒറ്റപ്പെട്ടിട്ടാണ്, അള്ളാഹുമായി ഒറ്റപ്പെട്ടൊരു നിലയിലാണ്. അപ്പോൾ ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ അവൻ്റെ ഔദാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ ഔദാര്യത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്ന് പൊട്ടണം, ഹൃദയം തകരണം. തകരുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ അവൻ്റെ സ്നേഹത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ സ്നേഹം കൊണ്ട് മാത്രമേ ആ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. അള്ളാഹു അത്തരം സ്നേഹികളിലായി നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.